ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ലുലുവിലെ ഒരു വിദേശ തൊഴിലവസരവുമായിട്ടാണ്. ലുലു മിഡിൽ ഈസ്റ്റിലേക്ക് ഒരുപാട് പൊസിഷനിലേക്ക് ഇപ്പോൾ ഹയറിംഗ് നടത്തുന്നുണ്ട്. സെയിൽസ്മെൻ, അതേപോലെ സ്കിൽഡ് വർക്കേഴ്സ്, എക്സിക്യൂട്ടീവ്സ്, കാഷ്യേഴ്സ്, അക്കൗണ്ടൻസ്, അങ്ങനെ വിവിധ പൊസിഷനുകളിലായിട്ട് ഒരു വാക്കിൻ ഇന്റർവ്യൂ നമ്മുടെ കേരളത്തിൽ വെച്ച് തന്നെ ലുലു കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ഏതൊക്കെ പോസ്റ്റ് ഉണ്ട്, എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, അതേപോലെ ഇതിന് എന്താണ് അവർ ചോദിക്കുന്ന യോഗ്യത, എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ടോ, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഡെയിലി ജോബ് വേക്കൻസീസിനെ കുറിച്ചും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ചൊക്കെ പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞു ലുലുവിന്റെ ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണിത്. വിസ കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. മറ്റ് പേയ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ലുലുവിന്റെ ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. സോ നമുക്ക് ആദ്യം പോസ്റ്റ് വൈസ് ഡീറ്റെയിൽസ് നോക്കാം. ഞാൻ പറഞ്ഞു ഇതിന്റെ സെലക്ഷൻ ഒരു വാക്കിൻ ഇന്റർവ്യൂ വഴിയാണ് നടക്കുന്നത്. വാക്കിൻ ഇന്റർവ്യൂ നമ്മുടെ കേരളത്തിൽ വെച്ച് തന്നെയാണ്, കേരളത്തിലുള്ള തൃശ്ശൂർ ജില്ലയിൽ വെച്ച് തന്നെയാണ് ഈ ഒരു വാക്കിൻ ഇന്റർവ്യൂ നടക്കുന്നത്. കമ്പനിയുടെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. വിസ കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. നമുക്ക് ഒരു പോസ്റ്റ് വൈസ് ഡീറ്റെയിൽസ് നോക്കാം. ഏറ്റവും ആദ്യം തന്നെ ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുള്ള ഒരു പോസ്റ്റായ സെയിൽസ്മെൻ അല്ലെങ്കിൽ കാഷ്യർ പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇതിനവർ ചോദിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത +2 ആണ്. ഏജ് 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിന്റെ ഇന്റർവ്യൂവിന് പങ്കെടുക്കാവുന്നതാണ്. മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അത് ഗാർമെന്റ്സിലോ, സാരിയിലോ, ഫുട്വെയറിലോ, ഇലക്ട്രോണിക്സിലോ, ഹൗസ് ഹോൾഡ് ആൻഡ് സൂപ്പർ മാർക്കറ്റ് ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കാവുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക്. അതേപോലെ മാർക്കറ്റിംഗ് അഥവാ ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി ഉണ്ട്. MBA മാർക്കറ്റിംഗ് കഴിഞ്ഞവർക്കാണ് അവസരം. 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. ഏജ് ലിമിറ്റ് അതിന് വരുന്നത് 30 വയസ്സാണ്. അക്കൗണ്ടൻസിന്റെ വേക്കൻസി ഉണ്ട്. MCOM ആണ് വിദ്യാഭ്യാസ യോഗ്യത ചോദിക്കുന്നത്. 3 വർഷത്തെ എക്സ്പീരിയൻസ്, ഏജ് ബിലോ 30 ഇയേഴ്സ് ആണ്. അതേപോലെ IT സപ്പോർട്ട് സ്റ്റാഫിന്റെ വേക്കൻസി ഉണ്ട്. BCA അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഡിപ്ലോമ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ കഴിഞ്ഞവർക്ക് ഈ ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കാവുന്നതാണ്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. ഏജ് ബിലോ 30 ഇയേഴ്സ് ആണ്. കുക്സിന്റെ ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ കുക്ക്, സാൻഡ്വിച്ച് മേക്കർ, ഷവർമ മേക്കർ, സ്നാക്ക് അഥവാ സലാഡ് മേക്കർ, ബേക്കേഴ്സ്, കൺഫെക്ഷനേഴ്സ്, ബുച്ചേഴ്സ്, ഫിഷ് മോങ്കേഴ്സിന്റെ ഒക്കെ വേക്കൻസി വന്നിട്ടുണ്ട്. ഇതിന് 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. ഏജ് ബിലോ 35 ഇയേഴ്സ് ആണ്. ഗ്രാഫിക് ഡിസൈനേഴ്സ്, ആർട്ടിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജിൽ വരുന്നത് മാക്സിമം 30 ഇയേഴ്സ് ആണ്. മറ്റു പോസ്റ്റുകളായ ടൈലേഴ്സ്, സെക്യൂരിറ്റീസ്, ഇലക്ട്രീഷ്യൻസ്, കാർപ്പൻറ്റേഴ്സ്, ഹെവി ഡ്രൈവേഴ്സിന്റെ ഒക്കെ വേക്കൻസി വന്നിട്ടുണ്ട്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജ് ബിലോ 35 ഇയേഴ്സ് ആണ്. ഇനി നമുക്ക് ഈ ഒരു ഇന്റർവ്യൂ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അതായത് എന്നാണ് ഈ ഒരു ഇന്റർവ്യൂ നടക്കുന്നത്, തൃശ്ശൂരിൽ എവിടെ വെച്ചാണ് ഈ ഒരു ഇന്റർവ്യൂ നടക്കുന്നത് മുതലായ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലുലു തൃശ്ശൂരിൽ വെച്ചാണ് ഈ ഒരു ഇന്റർവ്യൂ നടക്കുന്നത്. ഈ വരുന്ന ഫെബ്രുവരി 24, 2025 ഇന്റർവ്യൂ ഡേറ്റ് വരുന്നത്. തിങ്കളാഴ്ച രാവിലെ 9 മണി ടു ഈവനിങ് 3 മണി വരെ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കാവുന്നതാണ്. ഈ ഒരു ഇന്റർവ്യൂ വെന്യൂ വരുന്നത് ലുലു കൺവെൻഷൻ സെന്റർ, ഹയാത്ത് പുഴക്കൽ, തൃശ്ശൂരിലാണ്. ഇനി നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്റർവ്യൂവിൽ പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കയ്യിൽ കരുതേണ്ടത് എന്നാണ്. ഇന്റർവ്യൂവിൽ പോകുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ബയോഡാറ്റ കയ്യിൽ കരുതുക. ബയോഡാറ്റയിൽ നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫോൺ നമ്പർ, ഇമെയിൽ ID ഒക്കെ മെൻഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം അത് വെച്ചായിരിക്കും ഇൻ ഫ്യൂച്ചർ നിങ്ങളുടെ കമ്പനി നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്. അതേപോലെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസോ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസോ, അത് 1, 2, 3 നിങ്ങൾ കയ്യിൽ കരുതുക. അതേപോലെ നിങ്ങളുടെ ഒറിജിനൽ പാസ്പോർട്ട് ആൻഡ് ഒറിജിനൽ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുമ്പോൾ 10th, 12th, അതേപോലെ നിങ്ങളുടെ യോഗ്യത എന്താണ്, ITA ആണെങ്കിൽ അത്, ഡിപ്ലോമ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഡിഗ്രി ആണെങ്കിൽ അത്, ആ ഒരു എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ് കയ്യിൽ കരുതുക. പ്ലസ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ്, നിങ്ങൾക്ക് ഏതൊക്കെ കമ്പനീസിൽ വാലിഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് ഉണ്ട് അതിന്റെ ഡോക്യുമെന്റ്സും നിങ്ങൾ ഒറിജിനലും പ്ലസ് ഈ പറഞ്ഞ എല്ലാത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ്സും അതിന്റെ സെറ്റ് ഓഫ് കോപ്പീസും നിങ്ങൾ കയ്യിൽ കരുതുക. സോ ഇത്രയും ഡോക്യുമെന്റ്സ് ആയിട്ടാണ് നിങ്ങൾ ഈ ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കേണ്ടത്. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഈ ഒരു അവസരം വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് മറ്റ് ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരൊരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ നല്ലൊരു അവസരമാണ്. ലുലുവിൽ ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. നമ്മുടെ കേരളത്തിൽ വെച്ച് തന്നെയാണ് ഈ ഒരു അവസരം വന്നിട്ടുള്ളത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഇതുപോലുള്ള നല്ല കമ്പനിയിലൊക്കെ വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരിലേക്ക് കൂടി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.